യൂറോപ്പിൽ കാട്ടുതീ പടരുന്നു. ചൊവ്വാഴ്ച സ്പെയിനിലും ഫ്രാൻസിലുമാണ് കാട്ടുതീ പടർന്നു പിടിച്ചത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഉഷ്ണതരംഗത്തെ തുടർന്നാണ് കാട്ടുതീ രൂപപ്പെട്ടത്. കാട്ടുതീയെ തുടർന്ന് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചുപൂട്ടി. തെക്കൻ ഫ്രാൻസിൽ തീപിടുത്തത്തിൽ 5 പേർക്കും 5 അഗ്നിശമന സേനാംഗങ്ങൾക്കും പരിക്കേറ്റതായി ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. നാർബോൺ നഗരത്തിനടുത്ത് തീ 2ാം ദിവസവും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുതീയിൽ ഇതിനകം 5000 ഏക്കറോളം ഭൂമി കത്തി നശിച്ചതായി അധികൃതർ അറിയിച്ചു. 1000-ലധികം അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. മാർസെയിലിന് വടക്ക് 150 മൈൽ അകലെ മറ്റൊരു തീപിടുത്തത്തിൽ 1700 ഏക്കർ കത്തി നശിച്ചു. കാട്ടുതീയെ തുടർന്ന് അടുത്തുള്ള വിമാനത്താവളത്തിലെ വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചു. ട്രെയിൻ, റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. നഗരത്തിൽ കനത്ത പുകപടലങ്ങൾ പടർന്നിരിക്കുകയാണ്. നഗരത്തിൻ്റെ വടക്കൻ അതിർത്തിയിൽ 700-ലധികം അഗ്നിശമന സേനാംഗങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. തീ അണയ്ക്കാൻ കഴിഞ്ഞതായും ഇവിടെ പരിമിതമായ നാശനഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നും ആളപായം ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. വിഷപ്പുക ശ്വസിക്കാതിരിക്കാൻ ജനങ്ങളോട് വീട്ടിൽ തന്നെ കഴിയാനും അധികൃതർ നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നാണ് അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചത്. വരണ്ട കാറ്റ് വീശുന്നതിനാൽ മറ്റിടങ്ങളിലും കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഫ്രഞ്ച് കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. സ്പെയിനിലെ അതിർത്തിക്കപ്പുറത്ത് തിങ്കളാഴ്ച മുതൽ ഏകദേശം 6000 ഏക്കർ പ്രദേശം കത്തി നശിച്ചതായി അധികൃതർ അറിയിച്ചു. തീ അണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ ശ്രമിക്കുകയാണ്. കാറ്റലോണിയ പ്രാദേശിക ഭരണകൂടം ഏകദേശം 1 ഡസനോളം സമീപ പട്ടണങ്ങളിലെ താമസക്കാരോട് വീടുകളിൽ തന്നെ തുടരാൻ ഉത്തരവിട്ടു. മണിക്കൂറിൽ 55 മൈൽ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ഇത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ സങ്കീർണമാക്കിയതായി ഫയർഫോഴ്സ് അറിയിച്ചു. കഴിഞ്ഞയാഴ്ച പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും കടുത്ത ചൂട് പിടിമുറുക്കിയിരുന്നു. ഫ്രാൻസിനെയും സ്പെയിനെയുമാണ് കൂടുതൽ ചൂട് ബാധിച്ചത്. ഉഷ്ണതരംഗം ഭൂപ്രദേശങ്ങളെ വരണ്ടുണക്കുകയും കാട്ടുതീയിലേക്ക് നയിക്കുകയും ചെയ്തതായി കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. തെക്കൻ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ ശക്തമായ വരണ്ട കാറ്റാണ് അടിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന ചൂടും കടുത്ത വരൾച്ചയുമാണ് അനുഭവപ്പെടുന്നത്. ഫ്രാൻസിൻ്റെ ഭൂരിഭാഗവും സമീപ ദിവസങ്ങളിൽ തണുത്തുറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിലും താപനില വർദ്ധിക്കുകയാണ്. പല രാജ്യങ്ങളും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗ്രീസിൽ ചൊവ്വാഴ്ച താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നു. ഇതേ തുടർന്ന് ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായ അക്രോപോളിസിലേക്കുള്ള സന്ദർശന സമയം നിയന്ത്രിച്ചു. ഏതൻസിൽ കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഗ്രീക്ക് സിവിൽ പ്രൊട്ടക്ഷൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കൂടാതെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് 4 തീപിടുത്തങ്ങൾ ഉണ്ടായതായി തീപിടുത്തങ്ങൾ നിരീക്ഷിക്കുന്ന വെബ്സൈറ്റായ ഫോഗോസ് പറയുന്നു. താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കാലാവസ്ഥാ പ്രവചനം ഉള്ളതിനാൽ റൊമാനിയയുടെ കാലാവസ്ഥാ ഏജൻസി റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. സെർബിയയിലും അപകടകരമായ സാഹചര്യത്തെക്കുറിച്ച് അവിടുത്തെ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.